DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരോഗ്യ സംരക്ഷണ രംഗത്ത് വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന മാതൃകകൾ തീർത്ത കേരളം മറ്റൊരു ചരിത്രപരമായ ചുവടുവെപ്പ് കൂടി നടത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഓരോ പൗരനും മികച്ച ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സാർവത്രിക ആരോഗ്യ പരിരക്ഷ, അതായത് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകിയിരിക്കുകയാണ്. നിലവിലുള്ള വിവിധ ഇൻഷുറൻസ് പദ്ധതികളിൽ ഉൾപ്പെടാതെ പോയ കുടുംബങ്ങളെ കൂടി ചേർത്തു പിടിച്ചുകൊണ്ട് ചികിത്സാ ചിലവുകൾ സാധാരണക്കാരന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കാത്ത ഒരു സുരക്ഷിത സാഹചര്യം ഒരുക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്തെ മുഴുവൻ കുടുംബങ്ങൾക്കും ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. പലപ്പോഴും സർക്കാർ ആശുപത്രികളിലായാലും സ്വകാര്യ ആശുപത്രികളിലായാലും വലിയ ചികിത്സാ ചിലവുകൾ സാധാരണക്കാരുടെയും ഇടത്തരക്കാരുടെയും സാമ്പത്തിക ഭദ്രതയെ തകർക്കാറുണ്ട്. ഇതിനൊരു ശാശ്വത പരിഹാരമെന്ന നിലയിലാണ് എല്ലാവരെയും ഇൻഷുറൻസ് പരിധിയിൽ കൊണ്ടുവരുന്നത്. സംസ്ഥാനത്ത് സാർവത്രിക ആരോഗ്യ പരിരക്ഷ, അതായത് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് നടപ്പിലാക്കുന്നതിന് അനുമതി നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുകയാണ്. ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത മുഴുവൻ കുടുംബങ്ങളെയും ഇതിൽ ഉൾപ്പെടുത്തും. കാസ്പ്, കാരുണ്യ ബെനവലന്റ് ഫണ്ട്, മെഡിസെപ് തുടങ്ങിയ നിലവിലുള്ള ഇൻഷുറൻസ് പദ്ധതികളിലൊന്നും ഉൾപ്പെടാത്ത വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. ഈ മിസ്സിംഗ് മിഡിൽ വിഭാഗത്തിന് കൂടി പരിരക്ഷ ഉറപ്പാക്കുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. മറ്റ് ഇൻഷുറൻസ് പദ്ധതികളുടെ ഭാഗമല്ലാത്ത ഏകദേശം 32 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ഈ പുതിയ തീരുമാനം വലിയ ആശ്വാസകരമാകും. ഇതോടെ കേരളത്തിലെ എല്ലാ കുടുംബങ്ങളും ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ ഇൻഷുറൻസിന് കീഴിലാകും. പദ്ധതിയുടെ ഗുണഫലം ലഭ്യമാകുന്നതിനായി സംസ്ഥാനത്തെ 200 സർക്കാർ ആശുപത്രികളെയും 300 സ്വകാര്യ ആശുപത്രികളെയും എംപാനൽ ചെയ്തിട്ടുണ്ട്. ഈ ആശുപത്രികളിൽ നിന്ന് ഗുണഭോക്താക്കൾക്ക് സൗജന്യ ചികിത്സാ സേവനങ്ങൾ ലഭ്യമാകും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ഒരു വർഷമായി നടന്ന വിവിധ ചർച്ചകൾക്കും വിഷൻ 2031 അവലോകന യോഗങ്ങൾക്കും ശേഷമാണ് ഈ പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. കഴിഞ്ഞ ബജറ്റിൽ 50 കോടി രൂപ ഈ പദ്ധതിക്കായി സർക്കാർ നീക്കിവച്ചിരുന്നു. നിലവിൽ കാസ്പ് പദ്ധതിയിലുള്ള കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ചികിത്സാ പരിരക്ഷ ലഭിക്കുന്നുണ്ട്. ഏകദേശം 42 ലക്ഷം കുടുംബങ്ങളാണ് ഇപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായി കാർഡുകൾ കൈപ്പറ്റിയിട്ടുള്ളത്. കാസ്പ് പദ്ധതിയിൽ ഉൾപ്പെടാത്തതും വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയുള്ളതുമായ കുടുംബങ്ങൾക്ക് കാരുണ്യ ബെനവലന്റ് ഫണ്ട് വഴി 2 ലക്ഷം രൂപ വരെ സഹായം ലഭിക്കുന്നു. വൃക്ക രോഗികൾക്ക് 1 ലക്ഷം രൂപയുടെ അധിക ആനുകൂല്യവും ഇതിലുണ്ട്. പുതിയ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 8425 കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകിയ കേരളം ഈ പുതിയ പദ്ധതിയോടെ ആരോഗ്യരംഗത്ത് മറ്റൊരു നാഴികക്കല്ലുകൂടി പിന്നിടുകയാണ്. ഏതായാലും വളരെ വർഷങ്ങളായി APL വിഭാഗത്തിൽപ്പെടുന്ന നീല വെള്ള റേഷൻ കാർഡൊക്കെയുള്ള ജനങ്ങളുടെ ഒരാവശ്യമായിരുന്നു ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നത്. ഇതിന്റെ ആദ്യഘട്ടമാണ് ഇലക്ഷൻ പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപായി സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞായിരിക്കും ഇനി വ്യക്തമാവുക. നേരത്തെ കേന്ദ്ര സർക്കാർ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെടുത്തി 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അവരുടെ സാമ്പത്തിക അവസ്ഥ പരിഗണിക്കാതെ 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും അത് നടപ്പിലാക്കിയെങ്കിലും കേരളത്തിൽ കേന്ദ്രവും സംസ്ഥാനവും പങ്കുവയ്ക്കേണ്ട ഇൻഷുറൻസ് തുകയെ ചൊല്ലിയുള്ള തർക്കം കാരണം ആ പദ്ധതി ഇതുവരെ നടപ്പിലായിട്ടില്ല. അതിനാൽ 70 കഴിഞ്ഞവർക്ക് സാമ്പത്തിക അവസ്ഥയോ റേഷൻ കാർഡ് വ്യത്യാസമോ ഇല്ലാതെ 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ കേരളത്തിൽ നൽകി തുടങ്ങിയിട്ടില്ല. ഇലക്ഷനൊക്കെ കഴിഞ്ഞ് പുതിയ സർക്കാർ വരുമ്പോൾ ഇക്കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയിലാണ് സംസ്ഥാനത്തെ വയോജനങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക. എല്ലാവിധ കേന്ദ്ര സംസ്ഥാന ക്ഷേമ പദ്ധതി അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. പേജ് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.